അതല്ലേ അന്ന് കാണിച്ചില്ല. ചേച്ചിക്ക് എന്തൊക്കെയാ സർട്ടിഫിക്കറ്റ് വേണ്ടത്? വരുമാന സർട്ടിഫിക്കറ്റ് വേണോ? കിട്ടിയോ? ഇനി എന്താ വേണ്ടേ? ഇത് സാർ അയച്ചു അല്ല, വരുമാന സർട്ടിഫിക്കറ്റ് പ്രിന്റ് എടുത്തോ? അതെല്ലാം റെഡിയായോ? ഇനി ഇതേ ഉള്ളോ? അതാണ് ഇത്. ആ സർട്ടിഫിക്കറ്റ് ആണ് ഈ തന്നേക്കുന്നത്. എവിടാ കൊടുക്കാനുള്ളത്? അക്ഷയ കൊടുക്കണ്ട. ചേച്ചിക്ക് അതിന് വേണ്ടിയിട്ടാണെങ്കിൽ അപ്പൊ പഞ്ചായത്തിൽ കൊടുക്കാം. ഇതാ സർട്ടിഫിക്കറ്റ്. ഇനി അക്ഷയ പോകണ്ട. സാറ് തന്ന സർട്ടിഫിക്കറ്റ് ഇതാ. പഞ്ചായത്തിൽ ചെന്ന് ഇത് കൊടുക്കാം. ഇതാ ഈ ചേച്ചി ഇത് വേറെയാണ്. അത് ഇവിടുന്ന് അനൂഷിബി എന്ന് പറയുന്ന ആള് പരാതി വന്നു എൻ്റെ പേരിൽ. ആ, മണ്ണെടുത്തെന്ന് പറഞ്ഞോണ്ട് എൻ്റെ പേരിൽ സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തു. ഇവിടുന്ന് ആള് വന്നു, വില്ലേജിൽ നിന്ന് ആള് വന്നു അന്വേഷിച്ചു. അതിന് അവർക്ക് ആ വസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുപോലെ ഞങ്ങൾ പോലീസുകാർ ചെയ്യാത്ത കാരണം കൊണ്ട് ഞങ്ങൾ തന്നെ നടക്കുക. 10 വർഷമായി. അല്ലല്ല, സമൂഹത്തിന്റെ വിഷയം. അത് നിങ്ങൾ തമ്മിലുള്ള സ്വകാര്യമായ കേസാ. അത് ഉദ്യോഗസ്ഥരുടെ കാര്യം ഞാൻ ചോദിച്ചത്. സംരക്ഷിക്കുന്ന ആരാ? മറ്റേതാരാ? മൂത്തമാണല്ലോ. അന്ന് ഇവിടുത്തെ സാറ് പറഞ്ഞല്ലോ വന്നെന്ന്. ആ, പോക്കുവരവിൻ്റെ കാര്യം പറഞ്ഞു. ആ ആധാരത്തിൻ്റെ പോക്കുവരവിൻ്റെ കാര്യം പറഞ്ഞു. ആ ആധാരത്തിന് യാതൊരു അവകാശവും ഇല്ല. വിൽപ്പത്രം കാണിക്കാൻ പറഞ്ഞിട്ട് കാണിക്കുന്നില്ല. സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു. ആ എഴുതിയ പേപ്പറും ഇല്ല. ഞങ്ങൾക്കൊരു തർക്കവും ഇല്ല. ഞാൻ പറയുന്നൊന്നും കേൾക്കും. നിങ്ങൾ തമ്മിലുള്ള സ്വകാര്യ വിഷയങ്ങളിൽ ഞങ്ങൾ ഇടപെടത്തില്ല. ഞങ്ങൾ അതിനകത്ത് കാര്യമില്ല. നിങ്ങൾ ഭൂമി സംബന്ധിച്ച് ഭൂമിയുണ്ട്. ഭൂമി സംബന്ധിച്ച് ഒരു പൊസിഷൻ തരിക, പിന്നെ അതിർത്തി തർക്കമുണ്ട്. ഇങ്ങനെയുള്ള കേസുകളിൽ സാറേ, ഇതിനെ മുന്നേ ഇരുന്ന ഇവിടുത്തെ വില്ലേജ് ഓഫീസർ സാറ് രവിക്കുട്ടൻ എന്ന് പറയും. പുള്ളി മരിച്ചു പോയി. ആ പുള്ളി കഴിഞ്ഞിട്ടാണ് പത്മകുമാറിൻ്റെ ഭാര്യ, പുള്ളിക്കാരി പേരെന്താ? ഗീത. സമൂഹത്തിൽ അറിയപ്പെടേണ്ട ഒരു കാര്യമാണ്. പഞ്ചായത്തിൽ അറിയിച്ചിട്ടും അനങ്ങത്തില്ല. കളക്ടറേറ്റിൻ്റെ വാതിൽക്കൽ, അതായത് സാറോടൊക്കെ പറയാം, കളക്ടറേറ്റിൻ്റെ വാതിൽക്കൽ പോയി ധർണ വരെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസത്തേക്ക് അനങ്ങാതിരിക്കും. അതുപോലെ ഈ പഞ്ചായത്തിൽ ഒരു വേശ്യാലയം ഉണ്ടെന്നുള്ള ഞങ്ങൾ ചിത്രീകരിക്കുകയല്ല, അവകാശപ്പെടുന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ കണ്ടവനുണ്ടാക്കിയ മക്കളുള്ള എന്നെ പല പ്രാവശ്യം കേസിന് അകത്ത് പിടിച്ചിരുന്നു.
ഞാൻ റെക്കോർഡ് പരമായിട്ട് വർക്ക്ഷോപ്പ് ഇട്ട് നടത്തി നല്ല ജീവിച്ച് വന്നവനാണ്. കഴുത്തെ മാലയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പോലീസ് കേസ് കൊടുക്കേണ്ട കാര്യം പോലീസ് കേസാ എല്ലായിടത്തും ചെന്നങ്ങ് പറയുക. ഇവിടെ ഞങ്ങൾക്ക് തരാൻ കേട്ടോ. ഞങ്ങൾക്ക് ഈ ലൊക്കേഷനിൽ ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാനില്ല. ഞങ്ങളാണ് പറയാൻ അന്നേരം ആധാരപരമായിട്ട് വില്ലേജ് ഓഫീസർക്കും ആർക്കും ഒരു കാര്യമില്ല. ഇതാണ് സമൂഹത്തിൽ നടക്കുന്നത് കേട്ടല്ലോ. ഇത് കാണിക്കാനായിട്ടാണ് ഇവിടെ വന്നത്.